ഇവരെ ഇപ്പൊ നിങ്ങൾക്ക് വേണ്ട. എനിക്ക് ഇനി അവരുടെ യൗവനകാലത്ത് ഇല്ല സാറ് ദയവ് ചെയ്ത് ഒരു കാര്യം ചെയ്യണം. ഞാൻ എൻ്റെ ജീവിതകാലത്ത് കംപ്ലീറ്റ് കഷ്ടപ്പെട്ട് അവർക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ എനിക്ക് 28 വയസ്സായി, 48 വയസ്സായി. ഇനി ഞാൻ എന്തുണ്ടാക്കാനാ? ഇനി നാളെ ജീവിതം എന്തുണ്ടാക്കാനാ? എനിക്ക് ആ കൊച്ചിനാണെങ്കിൽ ഞാൻ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് 3 വർഷമായുള്ളൂ. അതിനൊരു കൊച്ചില്ല. ഞാൻ ഇനി ഉണ്ടാക്കിയ ആൾക്ക് വേണ്ടി, എൻ്റെ ഇറക്കന് വേണ്ടി തന്നെയല്ലോ. ഇവർ 3 എത്ര തീരെ കേസായി. എவ்வளோ പേര് ഞാൻ ഏതെങ്കിലും ഒരു കേസ് കൊടുത്തിട്ടുണ്ടോ സാർ പറയാമോ? ഈ കൊച്ചു എவ்வளோ പറയട്ടെ, ഞാൻ എത്ര തീരെ എவ்வளோ കേസ് എൻ്റെ കേസ് കൊടുത്തിട്ടുണ്ടോ എന്നറിയാം. അപ്പോഴപ്പോൾ സ്റ്റേഷനിൽ എത്രയും തീരെ. അല്ല, ഈ സ്ത്രീയുമായിട്ട് നിങ്ങൾ ഒരു ബന്ധം തുടങ്ങിയെന്ന് പറഞ്ഞതിന് ശേഷമല്ലേ കേസൊക്കെ? അല്ല, അതിനു മുമ്പേ കൊടുത്തിട്ടുണ്ട്. കൊടുത്തിട്ടില്ല. അതിനു മുമ്പ് ഒരുപാട് കേസ് കൊടുത്തിട്ടുണ്ട്. ഈ സ്ത്രീയായിട്ട് ഇപ്പൊ 3 വർഷമായി ആ സ്ത്രീയെ കൊണ്ടുവന്നത്. 3 വർഷം ഞാൻ അവളെ കല്യാണം കഴിഞ്ഞ് 3 വർഷമായി. 4 വർഷമായി ഇവളായിട്ട് ഇടപാടിരിക്കും. ഈ കേസ് എന്ന് പറയുന്നത് ഒരു കോടതി കൊടുത്ത കേസല്ല, ഒരു പരാതി. എന്നാലും സ്റ്റേഷനിൽ അവർക്ക് വിഷമം വന്നപ്പോ അവര് പോലീസ് സ്റ്റേഷനിൽ ഒരു നിങ്ങള് ജയിലിലയക്കാൻ വേണ്ടി കൊടുത്തതല്ല. അല്ലല്ലോ. ഇല്ല, അതല്ല. ആൾക്കാരുടെ ഇടയിൽ ഒരു വിലയില്ല. ഉള്ളത് കഞ്ഞിയായിരുന്നാലും കോരി കുടിച്ച് കിടക്കുമ്പോൾ ഒരു വിലയുണ്ടല്ലോ. ആ വില ഇല്ലാതാക്കുമ്പോൾ 3 കേസാ. നിങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് ഈ സ്ത്രീ ഞങ്ങളോട് പറഞ്ഞത്, എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായെന്നുള്ളതാണ്. 3 വർഷം. അതെ, കുറച്ച് നാളായിട്ട് നിങ്ങൾ വളരെ വളരെ നല്ല മനുഷ്യനായിട്ട്, വളരെ നല്ല ഭർത്താവായിട്ട്, നല്ലൊരു അച്ഛനായിട്ട് നിങ്ങൾ കൂടെ താമസിച്ചു എന്നാണ് ആ സ്ത്രീ പറയുന്നത്. അങ്ങനെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എന്ത് സംഭവിച്ചു എന്നറിയത്തില്ല. ചെറിയ ചെറിയ സൗന്ദര്യപ്പണക്കങ്ങൾ അതും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്ത് സംഭവിച്ചെന്ന് വേണം ഒരു കാര്യം മനസ്സിലായി. ഒരു സ്ത്രീ താമസിച്ചുകൊണ്ടിരുന്ന ഒരു റെക്കോർഡും ഇല്ല താമസിക്കുന്നത്. അവർ വേണമെന്നും പറഞ്ഞ ഒരു സ്റ്റേഷനിൽ കേസ് കൊടുത്ത് ഇനി മേലാലി എവിടെ ഒന്നും വേണ്ട എന്നും പറഞ്ഞിട്ട് ഈ മുമ്പർമാരെ കൊണ്ടുവന്ന് അധ്യസ്ഥ വഹിക്കുന്ന മുമ്പർ പോലീസ് എസ് ഐ ആയിട്ട് അവർ കൊണ്ടുവന്ന് എഴുതി ഒപ്പുവെച്ചാൽ നമുക്കവിടെ എന്ത് കാര്യമുണ്ട്? വേണ്ട പറഞ്ഞു തന്നാൽ കൊള്ളാം. നിനക്ക് അവിടെ കാര്യമില്ല, ഇറക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ആ വീട്ടിൽ താമസിക്കേണ്ട വല്ല കാര്യമുണ്ടോ? മോനുണ്ടോ? വേണ്ടെന്നും പറഞ്ഞാണോ കേസ് കൊടുത്തത്? ഇവര് ഈ സ്ത്രീ കേസ് കൊടുത്തതാ. എനിക്ക് വേണ്ടെന്നാണോ? എനിക്ക് ഭാര്യയും വേണം അവിടെ എഴുതി ഒപ്പുവെച്ചതാണ്. ഒടുവിൽ അവസാനം ഈ നമ്പർ രണ്ടുപേരും കൂടെ തന്നെ എനിക്ക് ഒരു 4-5 ഉടുപ്പും 4-5 പേശയും എടുത്ത് എൻ്റെ തന്ന ഒരു ഓട്ടോറിക്ഷ. എവിടെ ബന്ധുവിലൊരു പയ്യനാണ് എനിക്ക് ആട്ടോ പിടിച്ച് എൻ്റെ വീട്ടിൽ ആക്കിയത്, അറിയാം. പിന്നെ ആ വീട്ടിൽ ഞാൻ പോയിട്ട് കാര്യമുണ്ടോ? എവിടെ അത് കഴിഞ്ഞിട്ട് എൻ്റെ മുമ്പേ കൂടെ എത്രയും ആൾക്കാരെ കൊണ്ടുപോയെന്ന് അറിയാം. മോനം കേട്ട് അറിയാം എവിടെ കൊണ്ടുപോയി. എൻ്റെ വാശി കാണിക്കാൻ ഇവിടെ ഈ ഇടയ്ക്ക് ഇപ്പോഴേ ഈ സ്ത്രീക്ക് ഇപ്പോൾ ഒരു ഭർത്താവുണ്ട്, അറിയാം. ഈ സ്ത്രീക്ക് അവനും കൂടെ ചേർന്നാണ് ആ വീട് വെച്ചത്. ആറ്റിങ്ങിലുള്ളതാ. അയാളെ പേരെന്താ? എൻ്റെ മോൻ എന്തോ ഒരു പേര് പറഞ്ഞു ഞാൻ കേട്ടോ. അവൻ അയാൾ വല്ലപ്പരിക്ക വരും കേട്ടാ. അയാൾ വല്ലപ്പരിക്ക വരുമെന്ന് ഒടുവിൽ പറഞ്ഞ ഒരു വയസ്സായ ഒത്തിരി വയസ്സായ. എന്നിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലാവും ഒരാൾ ഇയാൾ വനിതാസലി കേസ് കൊടുത്തപ്പോൾ ഇയാൾ കൂടെ ഉണ്ടായിരുന്നു. എനിക്കറിഞ്ഞു. ഇന്ന് അയാൾ ഇന്ന് പോലെ എനിക്കറിയത്തില്ല ആരാണെന്ന്. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഉണ്ടെന്നാണ് അവിടെ. പിന്നെ കുഞ്ഞിനോട് ചോദിച്ചങ്ങനെ മനസ്സിലാക്കുകയാണോ ചെയ്യുന്നത്? അല്ല, അവൻ്റെ ഞാൻ ചോദിച്ചായിരുന്നു, എടാ അങ്ങേര് വരുന്നുണ്ട്, ഇപ്പൊ വരുന്നില്ല അച്ഛാ. ഇന്ന് ഞാൻ കൊച്ചു കൊച്ചിന്റെ അടുത്ത് അങ്ങേര് വരുന്നുണ്ടോ ഇങ്ങനെ വരുന്നുണ്ടോ, അമ്മയുടെ മോറാലിറ്റിയെ കുറിച്ച് മോശമാവുന്ന രീതിയിൽ. ഇല്ല, അങ്ങനെയല്ല. അയാൾ വരുന്നുണ്ടോന്ന് ചോദിക്കണ്ടേ? വരുന്നുണ്ടോന്നുള്ള വിശേഷം നിങ്ങൾക്ക് അയാളോട് ചോദിച്ചാൽ പോലെ. ചോദിച്ചാന്ന് വെച്ചാൽ ഈ ഇടയ്ക്ക് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ചെറുക്കൻ എവിടെ അവനെ അടിച്ചിട്ട് ഈ ഇടയ്ക്ക് അവിടെ നിന്ന് പിണങ്ങി വന്നു. എൻ്റെ വീട്ടിൽ താമസത്തിന് വന്നു കൊച്ച്. ഒരു ദിവസം വൈകിട്ടായപ്പോൾ ഞാൻ എൻ്റെ ക്ഷേത്രത്തിൽ ഉത്സവമായപ്പോൾ ആ ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി വന്നപ്പോൾ ഈ കൊച്ച് വന്ന് കയറി. അച്ഛാ ഞാൻ എന്താടാ വന്നതെന്ന് കേട്ട് എന്തോ കളയെന്ന് വന്നിട്ട് അവൻ പറഞ്ഞു, അച്ഛാ ഞാൻ ഇനി അച്ഛൻ്റെ കൂടെ താമസിക്കുന്നത് പോകാനില്ല. അപ്പോൾ ഞാൻ കേട്ടെ എന്താടാ അപ്പോഴേ പറയാമെന്ന് വെച്ചാൽ അയാൾ എന്നെ നിരന്തരം മറ്റു വന്ന് പീഡിപ്പിക്കുന്നു, വഴക്ക് പറയുന്നു. അതുകൊണ്ട് ഞാൻ ചുമ്മാ പിള്ളേര് എന്തെങ്കിലും കുഴപ്പങ്ങൾ വീട്ടിൽ കാണിച്ചിട്ട് ഒരാള് കണ്ട് കേട്ട് നിൽക്കുകയാണ്. ഇതൊക്കെ 2 ദിവസത്തേക്ക് മുമ്പേ കോവില് പരിപാടിന് വേണ്ടി മോന് വിളിച്ച് എല്ലാ സീനുകളും കൊടുത്ത് 3ൻ്റെ അന്ന് ഞാൻ പണി കഴിഞ്ഞപ്പോൾ മോനെ കാണാനില്ല. ഞാൻ ഉടൻ വിളിച്ചാൽ വേണം അത് എൻ്റെ വീട്ടിൽ പരിപാടി, എൻ്റെ ഭാര്യ കൂട്ടുകിടക്കാൻ. നമ്മൾ അവിടെ പോയപ്പം കാണാൻ അടുത്തുള്ള പെണ്ണുങ്ങൾ വേണം. അപ്പം യാതൊരു കാരണവശാലും ഇവിടെ നിർത്തിയിട്ട് പോലും ആ സ്ത്രീ സ്വഭാവം അയ്യം. നിങ്ങൾ എത്രയ്ക്കും വേഗം കൊണ്ടുപോകാൻ പറഞ്ഞു കൊച്ചിനെ. എൻ്റെ കൊച്ചിനെ മേഡം ഒരു കാര്യം മനസ്സിലാക്കാൻ, സ്വഭാവം അയ്യോ ഇല്ലേ അത് എവിടെ പറഞ്ഞു വെച്ചോളാം. എൻ്റെ കൊച്ചു എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ കോവിലിൽ പോയിട്ട് വന്ന സമയത്ത് എവള് ഗുണ്ടകളെ കൊണ്ട് ഒരു പറ്റില്ല. ഞാൻ പറഞ്ഞു എവളെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചെറുക്ക കൊച്ചു എൻ്റെ വീട്ടിൽ വന്ന് അവൻ നിൽക്കുകയാണ്, അവൻ ഒരു വേല ഞാൻ നാളെ പറഞ്ഞു വിടാം, അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് തീരുന്ന മുമ്പേ എവളെ അച്ഛൻ, എവളെ അമ്മ,
ഇവളെ അമ്മ വന്നില്ല, ഇവളെ മോള് അവന് വന്ന് പിന്നെ കുറെ ഗുണ്ടകളെ കൊണ്ട് എൻ്റെ കൊച്ചിനെ ബലാത്കാരമായിട്ട് പിടിച്ചോണ്ട് പോയി വന്നു. ആരാ? അച്ഛനും അമ്മയൊക്കെയാണോ ഗുണ്ടകള്? അല്ല, അച്ഛനും 2-3 ആൾക്കാരുണ്ടായിരുന്നു. മോളും മരുമോനും അവിടുത്തെ ആൾക്കാരും കൂടെ വന്നിട്ട് അവിടുത്തെ ആൾക്കാരെ ഗുണ്ടകളെ കൊണ്ടുപോയി ആവശ്യമില്ലാതെ ഉള്ള ചീത്ത അത്രയും വിളിച്ചിട്ട് ഒന്ന് വിളിച്ചോണ്ട് വിളിച്ചോണ്ട് പോയ സമയത്ത് ഞാൻ ചെന്ന് കയറിയ സമയത്ത് ഇതുപോലെ കൊച്ച് തെങ്ങിൽ പിടിച്ചോണ്ടിരിക്കുകയാണ്. ഇവർ പിടിച്ചെടുത്തോണ്ട് പോയി. ഞാൻ ഓരോ ചെന്നപ്പോൾ ഞാൻ കോവിൽ പോയിട്ട് തിരിച്ചിറങ്ങി വരും. ഞാൻ കേട്ട് നീ എന്താടാ വന്നതെന്ന് കേട്ട്, അത് അച്ഛാ എന്നതാ പിടിച്ചോണ്ട് പോകണം. ഞാൻ പറഞ്ഞു നീ വീട്ടിൽ പോ, അവൾ നീ ഇറങ്ങി വന്നതല്ലേ. ഞാൻ പറഞ്ഞെടേ നിൻ്റെ എൻ്റെ മോനെ ഞാൻ വിളിച്ചോണ്ട് വന്നതല്ലേ, നിൻ്റെ വീട്ടിൽ വന്നു. അപ്പം എൻ്റെ ഇഷ്ടപ്രായം അത് നോക്ക്, പിന്നെ നീ തീരുമാനിക്കാം, നീ വീട്ടിൽ പോകാൻ പറഞ്ഞു. അന്ന് രാത്രി എന്നെ ഫോൺ വിളിച്ചോടനെ ചെറുക്കാ ഇവള് തൂങ്ങാൻ നിൽക്കുന്നത് ആനയാണ്. ഞാൻ കൊച്ചു കിടന്നുറങ്ങി. പെട്ടെന്ന് രാവിലെ ഞാൻ പറഞ്ഞു, മക്കളെ നീ എന്ത് തീരുമാനിച്ച്? അത് അപ്പോൾ ഇവളെ മോള് വിളിച്ചു പറഞ്ഞു, കണ്ണാ നീ ഓടി വാ, അമ്മ തൂങ്ങാൻ നിൽക്കണം. അപ്പോൾ കൊച്ചാണ്, അവൻ്റെ കണ്ണയിലൊക്കെ ഒന്ന് ചുവന്ന്. ഞാൻ പറഞ്ഞു നീ എന്ത് തീരുമാനിച്ച്? ഒന്നും മിണ്ടില്ല. ഞാൻ പറഞ്ഞു മക്കളെ ഒരു വരെ തുണി മാറ്, ഡ്രസ്സ് മാറ്, നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം, അങ്ങ് കൊണ്ടാക്കാം എന്ന് പറഞ്ഞ് അവനെ ഡ്രസ്സ് മാറി ഞാൻ കൊണ്ടുപോകുന്ന സമയത്ത് അങ്ങോട്ട് പോയ സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരനെ കണ്ട് ഇവളെ വീട്ടിലെടുത്തത്. അപ്പോൾ അവൻ ബൈക്ക് വന്നിട്ട് പറഞ്ഞാൽ അളിയാ എന്നെ എടാ അവിടെ കൊണ്ടാക്കാന്ന് പറഞ്ഞു. അവൻ ഈ ബൈക്ക് കയറ്റി കൊണ്ടുപോകുന്നു. ഇവൾ അതിന് മുമ്പേ ആ നുമ്പറയും വിളിച്ച് ആ കാഞ്ഞിരംകുളം സ്റ്റേഷനിൽ കംപ്ലീറ്റും പരാതി കൊടുത്തിരിക്കുന്നത്. രാത്രി കൊണ്ട് മേഡം ഞാൻ ഒരു 12 വയസ്സായ കൊച്ച് ഈ പിന്നാക്കുളത്തുനിന്ന് പെരിഞ്ഞാവിനെ പോണെങ്കിൽ എന്ത് ദൂരം? എത്ര ദൂരമുണ്ട്? പിന്നെ പിന്നാക്കുളത്തുനിന്ന് ബാലനേരം പോയിട്ട് പിന്നെ അവിടെ നിന്ന് വീണ്ടും വേറെ ബസ് കയറണം. അപ്പൊ ഈ കൊച്ചു അങ്ങോട്ടും പോകുമ്പോ എങ്ങോട്ടും പോയി ഞാൻ എന്ത് ചെയ്യും? അവൻ വരും, അത് ഞാൻ വിളിച്ചോണ്ടല്ലോ. ഒരു പൊടി കൊച്ചാണ്, അതായത് അപ്പൊ ഞാൻ വന്ന് കാണണമെങ്കിൽ എപ്പോഴും 22-ാം തീയതി അവൻ വന്ന് എൻ്റെ 200 രൂപ മാച്ചോണ്ട് അച്ഛാ എനിക്ക് അത്യാവശ്യം. സുരേഷ്, അത് ശരിയാണോ സുരേഷ്? ഒരിക്കലും ശരിയല്ല സുരേഷ്. നിങ്ങൾ ഈ സ്ത്രീയോട് ചെയ്യുന്ന വാശിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ മോനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്നത് ആ കുട്ടിയെ ഇല്ലാതാക്കാണ്. 12 വയസ്സുള്ള ഒരു കൊച്ച് ഒരു ബസ് വന്നിറങ്ങി, ഒരിടത്ത് വന്നിറങ്ങി നിക്ക് ഒരു സ്ഥലത്ത് വന്നിറങ്ങിയിട്ട് അവിടുന്ന് മറ്റൊരു ബസ് കയറി നിങ്ങളുടെ അടുത്ത് വരുമ്പോ നിങ്ങൾക്കൊരു അച്ഛൻ എന്നുള്ള ഉത്തരവാദിത്വമില്ലേ? നീ നിന്റെ അമ്മയുടെ കൂടെ വരണോടാ, അങ്ങനെ വരാവൂ. നീ ആരോട് ചോദിക്കാതെ? മേഡം അത് ഒരു കാര്യം ശരിയാ, മേഡം പറഞ്ഞ ശരിയെന്നെ. നിങ്ങൾ ആ പയ്യന് പൈസ കൊടുക്കുന്നതും ശരിയല്ല. 12 വയസ്സുള്ള ഒരു കൊച്ചിന് 200 രൂപ ചോദിച്ചു കൊടുത്തു. അവൻ എന്തിനു വേണ്ടി ചോദിക്കുന്നോ എങ്ങനെ ചെലവാക്കുന്നോ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? അത് വേണ്ട, അവന്റെ എന്തെങ്കിലും ആവശ്യം ചെരുപ്പ് വായിട്ടെ. ഇപ്പൊ ഞാൻ പൈസ എത്ര കൃത്യമായിട്ട് പറയാൻ പറ്റും? അതെങ്ങനെ കൃത്യമായിട്ട്? എന്തെല്ലാം ഈ ലോകത്ത് എന്തെല്ലാം നടക്കുന്നു അത് പറയാനേ ഞാൻ അവനെ എന്താ പറഞ്ഞല്ലേ എന്റെ ചെരുപ്പ് നിങ്ങൾ വിളിച്ചോണ്ട് പോയൊരു ചെരുപ്പ് അല്ലെങ്കിൽ അവൻ എന്താണ് ആവശ്യം? അവൻ വിളിക്കുമ്പോൾ നീ വരേണ്ട ആവശ്യമില്ല. നിനക്ക് എന്താ ആവശ്യം? നിനക്ക് ചെരുപ്പ് വേണോ, ബാഗാണോ വേണ്ടത്, നിനക്ക് തുണിയാണോ? ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക. അല്ലാതെ ഈ 2 ബസ് കയറി ചെറുക്കൻ ഇവിടെ വരുമ്പോൾ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ച് അമ്മയ്ക്ക് തലയ്ക്ക് അസുഖമാണെന്ന് കേൾക്കാനും അമ്മയെ മോശമായിട്ട് പറയാനും ഒക്കെ പ്രോത്സാഹിപ്പിച്ച് നിങ്ങൾ ആ സ്ത്രീയോടുള്ള വാശി തീർക്കുമ്പോൾ നാളെ അവൻ വളർന്നു കഴിഞ്ഞ അവസാനം ഇന്ന് വന്ന് 2 ബസ് കയറി വരാൻ ധൈര്യം കാണിച്ചവൻ നാളെ ഇയാളെ ഉടുപ്പിനെ കുത്തിപ്പിടിച്ച് ചോദിക്കും താടേന്ന്. ആ ലെവലിലേക്ക് നിങ്ങൾ ആ കൊച്ചിനെ ആക്കും. ദൈവീത ദ്രോഹം നിങ്ങൾ ചെയ്യില്ല. അങ്ങനെയല്ല മേഡം, അത് പറഞ്ഞത് അത് ശരിയാണോ മേഡം? ഞാൻ എന്റെ കാര്യത്തിൽ പറയാം. എന്റെ കാര്യത്തിൽ ഈ കൊച്ചിനെ യവനാന്ന് വെച്ചാലല്ലേ ഇപ്പൊ പറയുന്നത് ഈ പറഞ്ഞു ഇവള് ഒരു നേരം വിളക്കുമ്പോൾ ഇവൾ ഇറങ്ങി പോവുകയാണ്. ശരി, കൊച്ചി ആദ്യം എന്റെ കൂടെ താമസം ഇവള് വീട്ടു പണിക്ക് ഒന്നും പോകത്തില്ല. അത് നിങ്ങളെ താമസിക്കാത്തില്ല. അവൻ ഇറങ്ങി പോവാണ് നേരം വിളക്കുമ്പോ. അവനെ നേരം വിളക്കുമ്പോ ഓരോ വീട് തുറന്ന് ഞാൻ നടക്കാം. ഒരാൾ പറയുന്നു 14 വർഷം, ഒരാൾ 24 വർഷത്തിന്റെ കണക്കാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞിന് പ്രായം 12 വയസ്സ്. ഈ 12 വയസ്സുള്ള കൊച്ചിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ച. മാഡം പറഞ്ഞ പോലെ കുറേ കൊച്ചിനെ ഫോൺ വിളിക്കുന്നു, അല്ലെങ്കിൽ കൊച്ച് വരുന്നു അങ്ങോട്ട്. ഇതൊക്കെ നമ്മൾ കൊച്ചിനോട് ചെയ്തത് ശരിയാണോ? അതാണോ സ്നേഹം? ഇടയ്ക്കിടയ്ക്ക് അമ്മയെ വിട്ടിട്ട് അപ്പനെ കാണാൻ വരുന്നത് നമ്മളത് എൻകറേജ് ചെയ്യുവാണ്. മേഡം അതെ നമ്മുടെ കൊച്ചിന്റെ ജീവിതം കളയുവാണ്. ജീവിതം എന്ന് വെച്ചാൽ അവൻ എന്നെ കാണാൻ വരുമ്പോ അവന്റെ എടാ നീ വരല്ലേ എന്ന് പറയാൻ പാടില്ല. ചോദിച്ചിട്ട് ഒരിക്കലും നീ അവനെ കാണാൻ മിണ്ടേ ഒന്നും ചെയ്യില്ല എന്നാണ് ഇവര് പറയുന്നത്. അറിയാം അല്ലെങ്കിൽ എൻ്റെ അച്ഛനെ അടുത്ത് പോണ ഇതാ ഈ ഇടയ്ക്ക് ഈ കഴിഞ്ഞ ആഴ്ചയില് തൊട്ടടുത്ത വീട്ടിൽ കല്യാണത്തിന് വന്നിട്ട് എൻ്റെ മോനെ പറഞ്ഞു വിട്ടില്ല. എവളെ ചെറുമക്കളെ രണ്ടും എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇപ്പോഴേ 2 സ്ത്രീകൾ പറഞ്ഞത് കേട്ടില്ലേ? ശരിയല്ല, എന്തെങ്കിലും കാര്യം കാണാതിരിക്കും. അല്ല ഞാൻ പറഞ്ഞത് എൻ്റെ കാര്യം പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ കേട്ടു. ഊർവശി മാഡവും ഈ മാഡവും പറഞ്ഞല്ല ശരിയല്ലെന്ന്. ശരിയല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ നിങ്ങൾക്ക് തോന്നിയിട്ടില്ല അല്ല ശരിയോ തെറ്റാണോ? എന്നെ കാണാൻ വരല്ലെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. എൻ്റെ മോൻ എപ്പോഴും വന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ മോനോടെയാണ്. വേറെ ആരും ഇല്ല. രീതിയെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇപ്പൊ ശരിയോ തെറ്റോ എന്ന് വെച്ചാൽ ഇവള് ഒരു നല്ല രീതിയിൽ ഇരുന്നെങ്കിൽ
ഈ ഒരു അവസ്ഥ വരില്ല. ഇപ്പോഴും ഇവക്കൊരു ഭർത്താവുണ്ട്. എന്നിട്ട് അവനെ കൊണ്ട് പറ്റാത്തതുകൊണ്ടാണ് ഇവളിപ്പം പണിക്ക് പോകണത്. എൻ്റെ കൂടെ ജീവിച്ച സമയത്ത് ഇവൾ അങ്ങനെയൊന്നും പോയില്ല. ആ കൊച്ചിനെ നോക്കി, ഇവളെ മോളെയും നോക്കി, നല്ല രീതിയിൽ ജീവിച്ചു. അതറിയാമോ? എനിക്ക് അത് മേഡം അത് നിങ്ങൾ ഒറ്റയ്ക്കാണോ? നിൽക്കില്ല. പിന്നെന്ത് കാര്യം ഒരു പറയാം. അല്ല, ഇപ്പോഴും ഞാൻ പറഞ്ഞതേ ഞാൻ ആ നിലയിൽ ജീവിച്ചവനാണ്. ഞാൻ ഇവരാരെ ഒരു മാഡം എന്തോ പറയാനുണ്ട്? 24 വയസ്സുള്ള സുരേഷിനെ ഒരു സ്ത്രീ വിളിച്ചപ്പോൾ സുരേഷ് ആ വീട്ടിൽ പോയ ആളാണ്. ഈ 12 വയസ്സുള്ള കൊച്ച് അങ്ങോട്ടിങ്ങോട്ട് പോകുമ്പോഴേ ഈ പ്രായം ഈ യുഗവുമാണ്. എന്തൊക്കെ സംഭവിക്കും? സ്ത്രീയാവണമെന്നൊന്നുമില്ല വിളിക്കുന്നത്. എന്ത് സംഭവിച്ചതെന്ന് പറയാൻ ഒക്കില്ല മേഡം. അത് ഇപ്പോഴത്തെ കാര്യം. എൻ്റെ മോനെ എനിക്ക് കാണുന്നത് എനിക്ക് അപ്പൊ അത് നിങ്ങളുടെ പ്രശ്നമല്ലേ? അല്ല, എനിക്ക് എൻ്റെ മോനെ അവൻ എപ്പോഴും വരല്ലേ, എടാ എൻ്റെ വീട്ടിൽ വരല്ലേ എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. എപ്പോഴും വേണമെങ്കിലും വരും. അതുപോലെ തന്നെ ഞാൻ ഇപ്പോഴാ ആ കൊച്ച് ഇത്തിരി അറിവായ പിന്നെയാണ് വരുന്നത്. അല്ലാതെ കൊച്ചിലേന്ന് അവൻ വരത്തില്ല. ഈ 2 വർഷം കൊണ്ടാണ് വരുന്നത്. 1.5 വർഷമായി അവൻ വരുന്നത്. അതിനു മുമ്പേ ഞാൻ മേഡം പറഞ്ഞില്ലേ 4 വർഷം, ഇപ്പോൾ 3 വർഷമായി. ഇത്തിരി ഞാൻ ആ ബാലരാമപുരം ഒരു കടയിൽ കൊണ്ടുവന്ന് ഞാൻ മാസം തോറും എണ്ണി പൈസ കൊടുത്തിട്ട് അയാളെ നിന്നാണ് വാങ്ങിച്ചോണ്ടോ. അറിയാം, ഇവർ ചിലവിന്, ആ കൊച്ചിന് ചിലവിന് അയാളെ നിന്നാണ് വാങ്ങിച്ചോ, ഇല്ലെന്ന് പറയാതിരിക്കട്ടെ. എന്നിട്ട് ഞാൻ എൻ്റെ കൊച്ചിനെ 700 രൂപ കൊടുക്കുക ആ കടയിൽ. ഞാൻ ചെന്ന് വാങ്ങി. ഈ ഒരു തവണ ഇത് തൊഴിലുറപ്പിൻ്റെ പദ്ധതിക്ക് നിന്നപ്പോൾ 400 രൂപ കൊടുത്തെന്ന് എൻ്റെ ഒരു മോൻ വന്ന് പറഞ്ഞില്ല. 2 ദിവസം കഴിഞ്ഞ് വിളിച്ചോണ്ട് 400 നിൻ്റെ കൈ. ഞാൻ പറയാം ഒരു പൈസ അപ്പോൾ മോനൊരു ഘട്ടം പറഞ്ഞു ഐസ്ക്രീം വാങ്ങിച്ചു, അത് വാങ്ങിച്ചത് വാങ്ങി. അപ്പം ഞാൻ പറഞ്ഞു മേലെ കൊച്ചിൻ്റെ കയ്യിൽ പൈസ കൊടുക്കല്ലേ. സുരേഷിന് മോനെ കാണാനും പ്രോപ്പറായിട്ട് കാണാനും, അല്ലെങ്കിൽ മാസത്തെ 1 ദിവസമോ 2 ദിവസമോ അവധിയുള്ള ദിവസങ്ങളോ സുരേഷിന് പോയി ആ കുട്ടിയെ കാണാനും അതിൻ്റെ സൗകര്യങ്ങൾ ചോദിക്കാനുമുള്ള തീർച്ചയായിട്ടും ഇവിടെ അതിനൊരു പരിഹാരം ഉണ്ടാവും. പക്ഷെ സുരേഷ് ഈ സ്ത്രീയോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി അവിടെ ആര് വന്നു? മറ്റേ ആൾ ഇപ്പോഴും വരുന്നുണ്ടോ? നിന്റെ അമ്മയ്ക്ക് പുതിയ ഭർത്താവുണ്ടോ? നീ അങ്ങനെയാണ്, അവർക്ക് തലയ്ക്ക് വെളിവില്ലാത്ത. ഇത് ഈ പറയുന്തോറും അവരാഞ്ചെറുക്കനാണ്. കുറച്ച് കഴിയുമ്പോൾ ഇന്ന് അവൻ്റെ താൽക്കാലികമായ ആവശ്യങ്ങൾ സാധിക്കാൻ അതേ അച്ഛാ അങ്ങനെ അച്ഛാ ഇങ്ങനെ അച്ഛാ എന്നൊക്കെ പറയും. കുറച്ച് കഴിഞ്ഞ് അവൻ അറിവായി കഴിയുമ്പം അവൻ നിങ്ങളെയും അളക്കും അവരെയും അളക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് സുരേഷ് ഇത് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ കാണാനുള്ള സൗകര്യം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഈ പാനൽ ചെയ്തു തരും. അതിനുള്ള ഒരു തടസ്സവും ഇല്ലാതെ വളരെ ആരോഗ്യപരമായിട്ടുള്ള രീതിയിൽ ആ കുട്ടി വളരണം. അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും. അവൻ്റെ പഠിത്തം കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ, അവൻ്റെ മറ്റ് ദുസ്വഭാവങ്ങളുണ്ടോ എന്നൊക്കെ നിങ്ങൾ അന്വേഷിക്കണം. നിങ്ങൾ അച്ഛനാണ്, അതൊക്കെ നിങ്ങളാണ് ഉത്തരവാദിത്വം നോക്കേണ്ടത്. മനസ്സിലായോ? ആ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും. മനസ്സിലായില്ലേ? അവൻ ഈ 2 ബസ് കയറി അസമയത്തും വന്ന് നിങ്ങളുടെ വീട്ടിലായിരിക്കും എന്ന് വിചാരിച്ച് നാളെ ഒരു സമയത്ത് അവർ മിണ്ടാതിരിക്കുമ്പോൾ മറ്റൊരു സ്ഥലത്തായിരിക്കും അവൻ. അത് തീർച്ചയായും ശരിയാണ്. അപ്പം അവിടെ എത്തിക്കാണുമെന്ന് വിചാരിച്ച് നിങ്ങളും മിണ്ടാതിരിക്കും. ഇത് രണ്ടും അല്ലാത്ത രീതിയിൽ ആ കുട്ടി വേറൊരു സ്ഥലത്തോട്ട് പോയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താടാന്ന് ചോദിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. തൻ്റെ അമ്മയെ കളഞ്ഞിട്ട് പോയില്ല, താൻ പോടോ തൻ്റെ പാട്ടിന് അവൻ പറയും. ഈ കുഞ്ഞിനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏലിച്ച് നശിപ്പിക്കാതെ അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്കൊരു അച്ഛനെന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് എല്ലാ രീതിയിലും ആ കുട്ടിയെ കാണാനും അതിന് വേണ്ട ചിലവും കാര്യങ്ങളും കൊടുക്കാനുള്ളതൊക്കെ നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് കാണാനൊക്കെ നിങ്ങളുടെ വീട്ടിലോ കാര്യങ്ങൾക്കോ ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോകാനൊക്കെ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരും. പക്ഷേ ഈ 14 വർഷം നിങ്ങൾ ആ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി ആ കുടുംബത്തിൻ്റെ നാഥനായിട്ട് ജീവിച്ചു, എല്ലാം ചെയ്തു. ഇടയ്ക്ക് പല സംഗതികളും എന്തോ നിയോഗം അതൊക്കെ സംഭവിച്ചു പോയി. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിനെ പോറ്റുന്ന ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്കെങ്കിലും അവരുടെ വികാരങ്ങളെ മാനിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട്, ഇപ്പം ഈ മാസം 2 ദിവസമേ കിട്ടിയുള്ളൂ, വേണ്ട അവർക്ക് മനസ്സിലാവും. അവരും ജോലിക്ക് പോകുന്ന സ്ത്രീയാണ്, ഇത്തിരി കുറഞ്ഞാലും അവർ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ ഒരു ശരാശരിയായിട്ട് എന്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു തീരുമാനത്തിൽ നമ്മൾ എത്തുക. കുട്ടി അവൻ്റെ അമ്മയെ സ്നേഹിക്കാൻ നിങ്ങൾ പ്രേരിപ്പിക്കണം. അവനെ സ്നേഹിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അവരുടെ കുറ്റങ്ങൾ ഒരിക്കലും ആ കുട്ടിയെ പറയരുത്. അവനൊരു മൈനറാണ്. അല്ല, ഞാൻ പറഞ്ഞത് അവിടുത്തെ മറ്റൊരു വരുന്നുണ്ടോ പോകുന്നുണ്ടോ ഇത്തരം കാര്യങ്ങളൊന്നും ആ കുട്ടിയുടെ ചെവിയിലേക്ക് ഒരു ശുദ്ധമായ മനസ്സ് ആണ് ആ കുട്ടിക്കുള്ളൂ. ചെറിയ കുട്ടിയല്ലേ, മൈനറാണ്. ഇനി നിങ്ങൾ തന്നെ പറഞ്ഞാൽ എനിക്കൊരു മകൻ വേണം, അവൻ വളർന്നിട്ട് എന്നെ നോക്കാനുള്ള ആ ആഗ്രഹം നിങ്ങൾ ഒരു പിതാവ് എന്നാലേ ഞങ്ങൾ എത്ര സന്തോഷകരമാണ് അത് കേൾക്കുന്നത്. അപ്പം നിങ്ങൾ ആ നന്മ നിങ്ങളുടെ മനസ്സിലുള്ളത് കൊണ്ടാണല്ലോ ഒരിക്കലും ആ കുട്ടിയുടെ അമ്മയെക്കുറിച്ച് ഒരു കുറ്റവും ഇല്ല. ഞാൻ പറയുന്നത് അത് നിങ്ങൾ പറയുന്നില്ല, ഞാനങ്ങനെ അഭിപ്രായപ്പെടുകയാണ്. അപ്പോൾ അവനോട് ഒരു കാര്യത്തിലും അമ്മയുടെ ഒരു കുറ്റം പറയരുത്, അമ്മയെ മോശമാക്കി പറയരുതും, അമ്മയെ ബഹുമാനിക്കാൻ തന്നെ പറയണം. അച്ഛനെയും അവൻ ബഹുമാനിക്കുന്ന പോലെ അമ്മയും ഒരുപാട്. പക്ഷെ നിങ്ങൾ എന്തായാലും ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇപ്പം എന്താ പിന്നെ സുരേഷ് എന്താ 1000 രൂപയാണ് കൊടുക്കാൻ പോകുന്നത് മകന്. സ്വന്തം മകനാണല്ലോ കൊടുക്കുന്നത്. ഇത് വേറെ ആർക്കുമല്ല, നിങ്ങളുടെ സ്വന്തം രക്തത്തിൽ നിന്ന് പറയുന്ന ഒരു കുട്ടിക്ക് ഒരു 1000 രൂപ. അവന് ഷൂസ് വേണം, മാഡം പോലെ ഷൂസ് വേണം, അതിൻ്റെ ചെരുപ്പ് വേണം, ഉടുപ്പ് വേണം. ഇങ്ങനെ അവൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലാണ് പഠിക്കണത്.
മലയാളം. അപ്പോൾ നല്ലൊരു മിടുക്കനായിട്ട് വളർന്ന് അവൻ ഇതുപോലൊക്കെ ഒരു പ്രൊഫസറൊക്കെ ആയിട്ട് വലുതാക്കേണ്ടത് നമുക്ക്. അപ്പോൾ നിങ്ങൾ അഭിമാനമുള്ള അച്ഛനായിട്ട് നിങ്ങൾക്ക് വളരാം രണ്ടുപേർക്കും. അപ്പോൾ തമ്മിൽ ആ കാര്യത്തിൽ നിങ്ങൾ കുറ്റപ്പെടുക. അപ്പോൾ ഒരു 1000 രൂപ കൊടുക്കാൻ ഒരു മാസം കൊടുക്കാൻ എന്തെങ്കിലും അല്ല പറയണ കേൾക്ക്, വികാര വിവശനാകാതെ. അയാൾ അതിലും കൂടുതൽ ഇവരോടുള്ള ഇടയ്ക്കിടയ്ക്ക് ഈ കുട്ടി അങ്ങോട്ട് ഇല്ല അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇന്നത് വരെ കൊച്ചിനെ അവന്റെ അമ്മ ഇന്നതാണെന്ന് അതിനെ എന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ ചെയ്ത നല്ലതാണെങ്കിൽ നീ എനിക്ക് ഇഷ്ടമുണ്ടായി വരിക, അച്ഛന് നന്മയുണ്ട്, ഇഷ്ടമുണ്ടായി. അവളെ ഇന്നത് വരെ ഇന്നതാണ്, അവൾ ഇന്നത് വരെ ഞാൻ പറഞ്ഞിട്ടില്ല. നീ സ്വയം കുറച്ചും കൂടെ പരുവാവും. ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ള കുറച്ചും കൂടെ പരുവാവും. അപ്പൊ നീ എന്താണ് നിന്റെ ഉത്തം അനുസരിച്ച്. സുരേഷ് ഇവർ വിട്ടിട്ട് പോയി, ഫൈൻ. അത് കഴിഞ്ഞിട്ട് കൊച്ചിന്റെ കാര്യം ചിന്തിച്ചായിരുന്നോ? കൊച്ചിനെ ആരും നോക്കുന്നു? പുള്ളിക്കാഴ്ത്തിയുടെ വഴി, നിങ്ങളുടെ വഴി. കൊച്ചിന്റെ കാര്യം എന്ന് പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ഈ പയ്യനെ ഞാൻ പറഞ്ഞില്ലേ അവിടെ വെച്ച് ഞാൻ ഇത്ര രൂപ ഇപ്പോഴും കൊടുത്തോണ്ടിരുന്നു. എന്റെ മനസാക്ഷി അതെവിടെ അടുത്ത ഒരു ഷോപ്പിൽ കൊണ്ട് കൊടുത്തിട്ടാണ് പോകുന്നത്. അത് ശരിയാണോ? അങ്ങനെ അതൊന്നും ഒരു അനൗചിത്യമല്ലേ സുരേഷേ? നിങ്ങളുടെ കുട്ടിക്ക് കൊടുക്കേണ്ട പൈസ അടുത്തൊരു കടയിൽ കൊണ്ട് അല്ല. അത് എനിക്ക് നിങ്ങൾക്കൊരു മനസാക്ഷി. ഒരു കാര്യം സാറിന് മനസ്സിലാക്കുക, ഞാൻ ആ വീടൊക്കെ വിട്ട് ഇറങ്ങിപ്പോയവന്. ആ വീട്ടിൽ പിന്നെ ഒരാൾ ചെല്ലുമ്പോൾ ഞാൻ ഒരു ഭാര്യയോട് അപ്പൊ ആൾക്കാർ പറഞ്ഞു അതിനൊരു ബുദ്ധിമുട്ടുണ്ട് സാർ. നിങ്ങളുടെ രണ്ടുപേരുടെയും ബന്ധുക്കളിലോ പരിചയക്കാരിലോ നിങ്ങൾക്ക് വിശ്വാസമുള്ള ആരെങ്കിലും ഒരാളുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ പയ്യന് ഈ മാസം അവനെ ഞാൻ ഇവളെ ഫോണിലേക്ക് വിളിച്ചിട്ട് പിന്നെ ജംഗ്ഷൻ ഉണ്ടല്ലോ അവിടെ വരെയല്ലേ അടുത്ത അങ്ങനെ കൊണ്ട് കൊച്ചിന്റെ കൊടുത്തു. ഞാൻ ഇവിടെ വീട്ടിൽ ഒരിക്കലും പോകും. ഇവര് മാച്ചോണ്ട് പോട്ടെ. അല്ല, നിങ്ങളുടെ ആരെങ്കിലും പ്രോപ്പറായിട്ട് ഒരു ബന്ധുവിനെയും കൂടെ മോന്റെ കൂടെ അയക്കണം. അപ്പോൾ സാർ എല്ലാ മാസവും 1-നും 5-നും ഇടയ്ക്ക് ഈ 800 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുള്ള വിവരം നിങ്ങൾ വിളിച്ചറിയിക്കുക. മകനെയും കൂടെ നിങ്ങളുടെ ബന്ധുക്കളിൽ ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഒരാളിനെയും കൂടെ അയക്കുക. എവിടെ അയക്കേണ്ടേ? ഇവിടെ വീട്ടിന്റെ അടുത്ത് അയച്ചാൽ മതി. അടുത്തെന്ന് പറയുമ്പോൾ ജംഗ്ഷൻ, പുന്നക്കുളം ജംഗ്ഷൻ ഉണ്ട്. പുന്നക്കുളം ജംഗ്ഷനിൽ അയക്കുക. താങ്കൾ അവിടെ കാത്തു നിൽക്കും, പൈസ കൊടുക്കും. പ്രസന്നകുമാരിയുടെ പരാതിയിൽ ഉൾപ്പെടുന്ന തർക്കം താഴെ പറയുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു. നമ്പർ 1, പ്രസന്നകുമാരിയുടെയും സുരേഷിൻ്റെയും പുത്രൻ മൈനറായ 13 വയസ്സുള്ള സൂരജ് എല്ലാ മാസവും 1-ാം തീയതിക്കും 5-ാം തീയതിക്കും ഇടയിൽ 800 രൂപ മുൻകൂട്ടി വിളിച്ച് പറഞ്ഞിട്ട് പുന്നക്കുളം ജംഗ്ഷനിൽ വെച്ച് സൂരജും പ്രസന്നയുടെ കുടുംബത്തിലെ ഒരു വ്യക്തിയുടെ സാന്നിധ്യത്തിൽ സൂരജിനെ ഏൽപ്പിക്കാമെന്ന് സുരേഷ് സമ്മതിച്ചിരിക്കുന്നു. സൂരജിൻ്റെ സ്കൂൾ ഫീസായ 450 രൂപയിൽ 200 രൂപ സുരേഷ് ട്യൂഷൻ സെൻ്ററിൽ നേരിട്ട് ഏൽപ്പിക്കുന്നതാണ്. സൂരജിൻ്റെ ചികിത്സാ സംബന്ധമായ ചെലവുകൾ സുരേഷും പ്രസന്നകുമാരിയും ചേർന്ന് വഹിക്കുന്നതാണ്. മൈനറായ സൂരജ് സുരേഷിനെ കാണാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് ഇനിമേലിൽ പ്രോത്സാഹിപ്പിക്കില്ല. 5, പോക്കറ്റ് മണിയായ, അതിൻ്റെ മലയാളം ഞങ്ങൾ എഴുതുന്ന വട്ടച്ചെലവുകൾ ഇനി മേലിൽ സൂരജിൻ്റെ കയ്യിൽ പണമായി കൊടുക്കുന്നതല്ല എന്ന് സുരേഷ് സമ്മതിച്ചിരിക്കുന്നു. എന്തായാലും പ്രസന്നയുടെ പരാതിയുടെ പേരിൽ ഇവിടെ തർക്കവും ചർച്ചയും ഒക്കെ നടന്നു. അതിൻ്റെയൊക്കെ ഒടുവിൽ സുരേഷ് ചില വ്യവസ്ഥകൾക്ക് സമ്മതിച്ചു. അതെന്തായാലും മകനായ സൂരജിന് തീർച്ചയായും അനുകൂലമായ ഒരു തീരുമാനം തന്നെയാണ്. സൂരജ് നന്നായി വളരണം. അച്ഛൻ്റെയും അമ്മയുടെയും വഴക്ക് മുതലെടുത്തുകൊണ്ടുള്ള കുട്ടികളുടെ ചെറിയ കുട്ടികൾ മാറി നാളെ അത് വളരെ ഗൗരവമുള്ള കാര്യമായിട്ട് ഒരിക്കലും ആകാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ഈ വ്യവസ്ഥ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഭാവിയിൽ സുരേഷ് വേറെ വിവാഹം ചെയ്യുകയും ആ സ്ത്രീയായിട്ട് താമസിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ശല്യവും ചെയ്യില്ല എന്ന് പ്രസന്ന സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു. അതങ്ങനെ തന്നെ പോകട്ടെ. സൂരജിന് അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹവും വാത്സല്യവും സംരക്ഷണവും തുല്യമായി തന്നെ കിട്ടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ തന്നെയാണ് രണ്ടുപേരും സമ്മതിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ഈ കഥയും ഒരുവിധം മംഗളമായിട്ട് തന്നെയാണ് അവസാനിച്ചിരിക്കുന്നത്. ജീവിതം സാക്ഷിയിലൂടെ വീണ്ടും കാണാം. നമസ്കാരം.